കോവക്ക വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കോവക്ക നമ്മൾ മിക്സിൻ്റെ ജാറിൽ പൾസ് ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതുവരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കാണില്ല. ഇത് കോവക്ക ഇഷ്ടപ്പെടാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന തരത്തിൽ അത്രയ്ക്കും രുചിയുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കോവക്കേൻ്റെ ഗുണങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. കോവക്ക നമ്മൾ ഷുഗറിനൊക്കെ വളരെ നല്ലതാണ് കഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ ദിവസവും കോവക്ക നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മളെ ശരീരത്തിന് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം കോവക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വലിയ സൈസിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്യുന്നില്ല. നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൾസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച കോവക്ക തന്നെ വേണമെന്നില്ല ഇതിന്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുറച്ചൊന്ന് അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ചായി ഒന്ന് പഴുത്തു പോയ കോവക്ക ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മിക്ക ആൾക്കാരും സാധാരണ ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി പഴുത്തു പോയ കോവക്കയൊക്കെ ചിലപ്പോൾ കളയാറുണ്ട്, അല്ലെങ്കിൽ സാമ്പാറിലോ അങ്ങനെയൊക്കെ ഇടാറല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നതിന് ഈ പഴുത്ത കോവക്ക എടുക്കാം. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൾസ് ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇത് നമ്മൾ കോവക്ക മിക്സിൻ്റെ ജാറിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുക്കാൻ പാടില്ല. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പേസ്റ്റായിട്ട് പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക. 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ തന്നെ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 5-6 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലുള്ള കല്ലിലിട്ടിട്ട് ഒന്ന് ചതക്കിയെടുക്കാം. അപ്പോൾ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അതാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകുക നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ. അതുപോലെ വലിയ ഉള്ളി ഇനിയിപ്പോൾ അതാണ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താലും മതി. ഒരു ചെറിയ സൈസിലുള്ള വെല്ലുള്ളി എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ടിട്ട് ചതക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3 എടുത്തത്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 5-6 ഒക്കെ എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചതച്ചതിന് ശേഷം മാറ്റി വെക്കാം. ഇതുപോലെ കല്ലുണ്ടെങ്കിൽ ഇതുപോലെ ചതക്കി എടുക്കുന്നതാണ് നല്ലത്. മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് പേസ്റ്റ് പോലെ ആയിപ്പോവും. അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതിയാകും. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടികട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഉരുളി ആയാലും നല്ലത് തന്നെയാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള ഒരു ഓയിലും എടുക്കരുത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതക്കി വെച്ച കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തവർക്ക് സാധാരണ നമ്മൾ വറ്റൽമുളക് ചേർക്കാം. 1-2 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ അത് ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിതൊരു 3/4 ടേബിൾ സ്പൂണാണ് ഇതിലെടുത്തത്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇത് ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ ഒരു പൾസ് ചെയ്ത് വെച്ച നമ്മളെ കോവക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറഞ്ഞിട്ട് തന്നെയാണ് ഉള്ളത്. തീ കൂട്ടി വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കോവക്ക ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൾസ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വെള്ളപ്പറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു വെള്ളപ്പറ്റ് കിടന്നിട്ടാണ് ഇത് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തോരനും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ തേങ്ങ ചേർക്കില്ല, അതുകൊണ്ട് ഒന്ന് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഈ ഒരു സമയത്ത് ഒരു 1/2 കഷ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്.
അപ്പോൾ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വെല്ലുള്ളിയോ ചേർക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെറിയ ഉള്ളി ചതക്കി ചേർത്തതാണ്, എന്നാലും ഈ ഒരു സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റോട്ട് ചേർക്കുന്നത്. വീണ്ടും ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്ന് നോക്കാൻ മറക്കരുത്, കാരണം നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല, ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഒന്ന് മൂടി തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എരിവൊക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടിയും ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാകും. അപ്പോൾ കോവക്ക വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് മുരിച്ചെടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ലാസ്റ്റ് ഒന്ന് ചേർത്തിട്ട് ആ ഒരു പച്ചയോടെ ഒന്ന് നമ്മൾ കഴിക്കുമ്പോൾ കടിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേലേക്കൊന്ന് തളിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു തേങ്ങാക്കൊത്ത് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഇതുപോലൊരു ഐറ്റം മാത്രം മതിയാകും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഇത് നല്ലപോലെ വെളിച്ചെണ്ണ ചേർത്തിട്ട് ലാസ്റ്റോട്ട് കുറച്ച് സമയം അധികം ഒന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്ത ഒരു ഐറ്റം ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊന്നും കഴിക്കാൻ ഉണ്ടാവില്ല, അത്രയും നമ്മൾ വെറുതെ തന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്